നമസ്കാരം. പലപ്പോഴും എക്സസൈസ് പറയുന്ന സമയത്ത് രോഗികളിലുള്ള ഒരു സംശയമാണ്, എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് വേദനയുണ്ട് എന്നുള്ളത്. ഈ ഒരു കണ്ടീഷൻ നമുക്ക് രണ്ട് രൂപത്തിൽ എടുക്കാം. അതായത് അക്യൂട്ട് ആയിട്ടുള്ള ഒരു വേദനയും ക്രോണിക് ആയിട്ടുള്ള ഒരു പെയിനും. അതായത് അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു കാരണം കൊണ്ട് അവർക്ക് വേദന വന്നു, ഒരു 10-15 ദിവസത്തിൻ്റെ ഇടക്കാണ് അവർക്കത് പ്രസൻറ്റ് ചെയ്തത്, അത് നല്ല രീതിയിൽ വേദനയുണ്ട്. ക്രോണിക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് അവർ ആ വേദന സഫർ ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്കത് സഹിക്കാവുന്ന രീതിയിലുള്ള പെയിനേ ഉള്ളൂ. ഈ രണ്ട് കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അക്യൂട്ട് ആയിട്ടുള്ള ഇൽനെസ്സിൽ ചിലപ്പോൾ നമ്മൾ ഒരു മാസമോ ഒരു 15 ദിവസമോ ഒക്കെ അവർക്ക് റെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് അവരുടെ കേടുപാട് വന്നിട്ടുള്ള സെല്ലുകളെ റിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമാണ്, അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ എക്സസൈസിലേക്ക് പോകരുത്. എന്നാൽ അതേ സംഗതി നമ്മൾ കുറച്ചധികം നാള് റെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്റ്റിഫ്നെസ് വരും, ഒരു ബലം, ഒരു കട്ടി കൂടുതൽ ആ ഒരു ഏരിയയിലേക്ക് വരും. അതുപോലെ തന്നെ ജോയിൻറ്റ് മൊബിലിറ്റി കുറയും, മസിൽ സ്ട്രെങ്ത് കുറയും. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകും. അതാണ് ഞാൻ പറഞ്ഞ കണ്ടീഷൻ. ക്രോണിക് ആയിട്ടുള്ള പെയിനിൽ നമ്മൾ ആ ഒരു ഭാഗത്തെ, ആ ഒരു സ്ട്രക്ചറിനെ കൂടുതൽ റെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തെ ജോയിൻറ്റിനുള്ള പ്രശ്നത്തോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മസിൽസ്, ലിഗമെൻറ്റ്, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം വളരെയധികം ബലക്ഷയത്തിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് കൂടുതലും നമ്മുടെ സന്ധികളിലുള്ള വേദനകൾ കാലങ്ങൾ കൊണ്ട് വർദ്ധിച്ചു വരുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ പ്രോപ്പർ എക്സസൈസ് കൊടുത്ത് ആ ഒരു ഭാഗത്തെ സ്ട്രെങ്തൻ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് യോഗ പോലെയുള്ള എക്സസൈസ് റെഗുലറായിട്ടുള്ള പ്രാക്ടീസിലേക്ക് കൊണ്ടുവരുന്നത് വഴി നമ്മുടെ ശരീരത്തിലെല്ലാമുള്ള വേദനകൾ, അതുപോലെ നീർക്കെട്ട് എന്നിങ്ങനെയുള്ള സംഗതികൾ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നു. പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതും കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക.